ടെൻഷൻ ടി ആണെങ്കിൽ ഈ ടെൻഷനും ടി തന്നെയാണ്. എന്താണ് നോർമൽ റിയാക്ഷൻ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. നോർമൽ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഇതാണ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇതിന്റെ സെൻട്രോയിഡ് ആയിരിക്കും. ഇപ്പൊ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഇതാണ് ഇതിന്റെ സെൻട്രോയിഡ്. ഇപ്പൊ ഞാനിവിടെ എക്സ് വൈ ആക്സിസ് സങ്കല്പിക്കുകയാണ്. ഇതാണ് ഇതിന്റെ എക്സ് വൈ ആക്സിസ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി. അതിലുള്ള ആദ്യത്തെ ഭാഗമാണ്. അപ്പൊ ഇതിൽ ആദ്യം പറയാനുള്ളത് സെന്റർ ഓഫ് മാസ് ആണ്. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ എൻറ്റയർ മാസ് ഓഫ് ദ സിസ്റ്റം അസ്യൂം ടു ബി കോൺസെൻട്രേറ്റ്. അതായത് അതൊരു ഇമാജിനറി പോയിന്റ് ആണ്, ശരിക്കും അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. എന്ന് സെന്റർ ഓഫ് മാസ് ആണെന്ന് കരുതി ആ പോയിന്റിൽ പിടിച്ചാൽ നമുക്ക് ആ സിസ്റ്റത്തിനെ മൊത്തം പൊന്തിക്കാൻ കഴിയും എന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം ചില സബ്സ്റ്റൻസിന്റെ സെന്റർ ഓഫ് മാസ് വെറും ഇമാജിനറി പോയിന്റ്. എക്സാമ്പിൾ റിംഗ് ആണെങ്കിൽ അതിന്റെ സെന്റർ, റിംഗിന്റെ സെന്ററിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യണം അവിടെയാണ് അതിന്റെ സെന്റർ ഓഫ് മാസ്. അപ്പോൾ സെന്റർ ഓഫ് മാസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഒരു സിസ്റ്റത്തിന്റെ M1 M2 രണ്ട് മാസ് ഇത് എക്സ് വൈ പ്ലെയിനിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് നമ്മൾ ഈ സിസ്റ്റത്തിനെ പറ്റി പഠിക്കാൻ പോകണം. അപ്പോൾ സിസ്റ്റത്തിനെ പറ്റി പഠിക്കാൻ പോകുമ്പോൾ സിസ്റ്റത്തിന്റെ മൊത്തം മാസ് എടുക്കുന്നതിനെക്കാട്ടി നല്ലത് അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ ഇത് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, സെന്റർ ഓഫ് മാസ് എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ, ആ സിസ്റ്റം മൊത്തം എടുക്കുന്നതിനെക്കാട്ടി നല്ലത് അതിന്റെ സെന്റർ ഓഫ് മാസ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എക്സ് വൈ ഒരു പ്ലെയിൻ, അതിൽ M1 M2 രണ്ട് മാസ് നിൽപ്പുണ്ട്. എന്നിട്ട് ഞാൻ ഈ M1 M2 കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും സെന്റർ ഓഫ് മാസ്. എന്നിട്ട് ഞാൻ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്, സെന്റർ ഓഫ് മാസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ R1 എന്ന് പറഞ്ഞാൽ M1ന്റെ പൊസിഷൻ വെക്ടറാണ്. അപ്പൊ M1ന്റെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? x1 y1. ഇതിപ്പോ XY പ്ലെയിനിൽ ആയതുകൊണ്ട് x1 y1 മതി. ഇപ്പൊ ഞാൻ Z പ്ലെയിൻ കൂടി എടുത്തു. അപ്പൊ x1 y1 z1. അതുപോലെ M2ന്റെ പൊസിഷൻ വെക്ടർ x2 y2 z2. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ഈ R1 R2 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഓരോ മാസിന്റെയും പൊസിഷൻ വെക്ടർ ആണ്. x1 y1 z1. ഈ x1 y1 z1 അതിന്റെ xyz കോർഡിനേറ്റ്സ് ആണ്. x2 y2 z2 എന്ന് പറഞ്ഞാൽ M2 മാസിന്റെ കോർഡിനേറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ R സെന്റർ ഓഫ് മാസ്, അതായത് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ R സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു M1 R1 plus M2 R2 all divided by total mass of the system. അത് M1 plus M2, M1 plus M2. ഈ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊസിഷൻ വെക്ടർ ആണ്. എങ്ങനെയാ പൊസിഷൻ വെക്ടർ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 is equal to IJK ഫോമിലാണ് എഴുതുക. അതായത് ഇവിടെ x1 y1 z1 ആണ് അതിന്റെ കോർഡിനേറ്റ്സ്. അതുകൊണ്ട് x1i plus y1j പ്ലസ് z1k. യൂണിറ്റ് വെക്ടർ ആണ് IJK, അപ്പോൾ ക്യാപിറ്റൽ കൊടുക്കണം. അതുപോലെ R2ന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2i പ്ലസ് y2j പ്ലസ് z2k. അപ്പൊ ഈ R1ന് പകരം ശരിക്കും ഇതാണ് നമ്മൾ എഴുതേണ്ടത്, R2ന് പകരം ഇതാണ് എഴുതേണ്ടത്. എന്നിട്ട് M1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എക്സിന്റെ x ആയിട്ട് കൂട്ടുക, വൈയുടെ വൈ ആയിട്ട് കൂട്ടുക, സെറ്റിന്റെ സെറ്റ് ആയിട്ട് കൂട്ടുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ കാണും. പൊസിഷൻ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എക്സും കിട്ടും, വൈയും കിട്ടും, സെറ്റ് കോർഡിനേറ്റ്സും നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. അപ്പൊ അതിന് നമ്മൾ പൊസിഷൻ വെക്ടറിന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. R സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു M1 R1 plus M2 R2 divided by M1 plus M2. അപ്പൊ ഇതിനെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. d by dt of R സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു, ഇതില് മാസ് ഉണ്ട്, മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്കത് പുറത്തേക്ക് വെക്കാം. 1 by M1 plus M2 നമുക്ക് ആദ്യം പുറത്തേക്ക് എടുക്കാം. 1 by M1 plus M2 ഇൻറ്റു ഈ M1 അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? M1 ഇൻറ്റു M1 പുറത്തെടുത്താൽ M1 ഇൻറ്റു dR1 by dt പ്ലസ് M2 ഇൻറ്റു dR2 by dt. M1 ഇൻറ്റു dR1 by dt പ്ലസ് M2 ഇൻറ്റു dR2 by dt. ഇത് dR1 by dt. R എന്ന പൊസിഷൻ വെക്ടർ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്താണ്? വെലോസിറ്റി ആണ്. അപ്പൊ dR1 by dt ക്ക് നമുക്ക് v1 കൊടുക്കാം,
dr2/dt നമുക്ക് v2 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ d/dt ഓഫ് r സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ഉണ്ടാവുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ നമുക്കത് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എഴുതാൻ പറ്റും ഈസ് ഈക്വൽ ടു m1. ഇതിന് നമുക്ക് v1 കൊടുക്കാൻ പറ്റും, ഇതിന് v2 കൊടുക്കാൻ പറ്റും. അപ്പോൾ m1 v1 പ്ലസ് m2 v2 ഓൾ ഡിവൈഡ് ബൈ ഈ m1 പ്ലസ് m2 അടിയിൽ തന്നെ വരും m1 പ്ലസ് m2. അപ്പൊ ഇതാണ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ഇതേപോലെ തന്നെ ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ വെലോസിറ്റിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ m1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v1 വിത്ത് റെസ്പെക്ട് ടു ടൈം, m2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v2 വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ എന്ത് വരും എന്ന് പറഞ്ഞാൽ m1 a1 പ്ലസ് m2 a2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അത് നമുക്ക് ഇപ്പൊ തന്നെ എഴുതാവുന്നുള്ളൂ. ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്നാൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. അതായത് m1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v1 വിത്ത് റെസ്പെക്ട് ടു ടൈം എന്താ ആക്സിലറേഷൻ a1, m1 ഇൻറ്റു a1 പ്ലസ് m2 ഇൻറ്റു a2, m2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v2 വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ a2 കിട്ടും, അതായത് ആക്സിലറേഷൻ ഓൾ ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ, സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷന്റെ ഇക്വേഷൻ ആണ് m1 a1 പ്ലസ് m2 a2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. m1 പ്ലസ് m2. ഇതിൽ r1 നമുക്ക് തന്നിട്ടുണ്ട്, r2 തന്നിട്ടുണ്ട്. m1 2 കിലോഗ്രാം, m2 5 കിലോഗ്രാം, ടോട്ടൽ മാസ് 5 2 7. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാവുന്നുള്ളൂ. m1 അത് 2 കിലോഗ്രാം ആണ്. 2 ഇൻറ്റു r1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാസിന്റെ പൊസിഷൻ വെക്ടർ 2i മൈനസ് 3j മൈനസ് 2k പ്ലസ് m2 ഇൻറ്റു r2. m2 5 കിലോഗ്രാം ആണ്. 5 ഇൻറ്റു r2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മാസിന്റെ പൊസിഷൻ വെക്ടർ i മൈനസ് 2j പ്ലസ് k, i മൈനസ് 2j പ്ലസ് k all divided by m1 plus m2 2 plus 5 7. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2നെ ഉള്ളിലേക്ക് എടുക്കുക, അതുപോലെ ഈ 5നെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഐയുടെ ടൈം നമ്മൾ ആഡ് ചെയ്യുക, അതുപോലെ ജെയുടെ കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്യുക, അതുപോലെ കെ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2i 4i, ഇവിടെ 5 ഇൻറ്റു i. അപ്പോൾ 4i പ്ലസ് 5i 9i. ഇവിടെ 2 ഇൻറ്റു മൈനസ് 3, അപ്പോൾ മൈനസ് 6j. ഇവിടെ 5 ഇൻറ്റു മൈനസ് 2, അപ്പോൾ മൈനസ് 10. അപ്പോൾ മൈനസ് 10ഉം മൈനസ് 16 മൈനസ് 6, അപ്പോൾ ടോട്ടൽ മൈനസ് 16j. അടുത്തത് 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4, 5 ഇൻറ്റു k എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വലി 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 5, അപ്പോൾ 5 മൈനസ് 4 പ്ലസ് 1 ആണ് ആൻസർ. അതായത് പ്ലസ് 1k, അതായത് വെറുതെ k എന്ന് എഴുതിയിരുന്നു. ഓൾ ഡിവൈഡ് ബൈ 7. അപ്പൊ നമുക്ക് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ കിട്ടി. ഇനി അഥവാ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ x ആൻഡ് y ആൻഡ് z വാല്യൂ ഓഫ് സെന്റർ ഓഫ് മാസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക. ഐയുടെ കോഎഫിഷ്യന്റ് എന്താ 9/7. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ x എന്ന് പറഞ്ഞാൽ 9/7 ആണ്. അതുപോലെ y എന്ന് പറഞ്ഞാൽ yയുടെ യൂണിറ്റ് വെക്ടർ ആണ് ചെയ്യുക. അപ്പൊ y എന്ന് പറഞ്ഞാൽ മൈനസ് 16/7, y നല്ല മൈനസ് 16/7. z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/7, k എന്നാണ്. അപ്പൊ അതിന്റെ അടുത്ത് ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്, 1/7. ഇതാണ് അതിന്റെ പൊസിഷൻ വെക്ടർ, സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ. ഇനി അഥവാ എക്സ് വൈ സെഡ് വാല്യൂസ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ്. അപ്പൊ അതിന് എന്ത് കണ്ടുപിടിച്ചാൽ മതി? പൊസിഷൻ വെക്ടർ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് അതിന് ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യന്റ് എടുത്ത് എഴുതിയാൽ മതി. അടുത്ത നമ്മൾ മറ്റൊരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഇക്വോ ട്രയാങ്കിൾ ആണ്. ഇക്വോ ട്രയാങ്കിളിന്റെ സൈഡ് ലെങ്ത് 1 മീറ്റർ. എന്നിട്ട് ഇക്വോ ട്രയാങ്കിളിന്റെ ഈ 3 കോർണേഴ്സിൽ 3 മാസ്, ഒന്ന് 1 കിലോഗ്രാം, 4 കിലോഗ്രാം, 2 കിലോഗ്രാം. അങ്ങനെയെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇതിപ്പോ എക്സ് വൈ പ്ലെയിൻ ആണ്. അതായത് അതിന്റെ എക്സ് വാല്യൂം വൈ വാല്യൂം, സെന്റർ ഓഫ് മാസിന്റെ എക്സ് വാല്യൂം വൈ വാല്യൂം കിട്ടിയാൽ മതി. അപ്പൊ എക്സും വൈയും സെപ്പറേറ്റ് മാത്രമായിട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ, പൊസിഷൻ വെക്ടർ ഡയറക്റ്റ് കാണാതെ എക്സ് വാല്യൂം വൈ വാല്യൂം മാത്രമായിട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട് എക്സ് സെന്റർ ഓഫ് മാസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഇത് ശരിക്കും വന്നത് ഇതിൽ തന്നെയാണ്. ഈ ആർ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെറ്റ് ഓഫ് ടോട്ടൽ സിസ്റ്റം. ഇതിൽ m1 ഇൻറ്റു എക്സ് വൈ സെറ്റ് ഓഫ് m1, m2 ഇൻറ്റു എക്സ് വൈ സെറ്റ് ഓഫ് r2. അപ്പൊ അതിൽ നിന്ന് എക്സ് മാത്രം എടുത്ത് എഴുതിയതാണിത്. m1 x1 പ്ലസ് m2 x2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അതുപോലെ y സെന്റർ ഓഫ് മാസ് m1 y1 പ്ലസ് m2 y2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അതുപോലെ
സെറ്റ് സെന്റർ ഓഫ് മാസ് ഈക്വൽ ടു m1 z1 പ്ലസ് m2 z2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അപ്പൊ ഇതിലെ 3 മാസാണ്. അപ്പോൾ m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 കൂടെ വരണം. അതുപോലെ ഇവിടെ m3 y3 കൂടെ വരണം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോകും. അപ്പൊ ഇതിന് കിട്ടേണ്ടത് ഈ ഓരോ മാസിന്റെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമുക്ക് കിട്ടണം. ഇതായാലും അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമുക്ക് കിട്ടണം. എന്നാൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 കിലോഗ്രാമിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, ഈ 1 കിലോഗ്രാം ലൊക്കേറ്റ് ചെയ്ത് ഒറിജിനിലാണ്. അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് 0 0. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റം തരികയാണെങ്കിൽ ഈ ഒറിജിനിലോ അല്ലെങ്കിൽ എക്സ് ആക്സിലോ വൈ ആക്സിലോ ഏതെങ്കിലും ഒരു മാസ് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒന്നെങ്കിൽ എക്സ് വാല്യൂ അല്ലെങ്കിൽ വൈ വാല്യൂ 0 ആയിക്കോട്ടെ. അപ്പോൾ മൾട്ടിപ്ലൈ എളുപ്പമായിരിക്കും. ഇനി 2 കിലോഗ്രാം ഇത് എടുക്കുന്ന എക്സ് ആക്സിലാണ്. അപ്പോൾ ഇതിന്റെ വൈ വാല്യൂ 0 ആയിരിക്കും. 0 എക്സ് വാല്യൂ ഇത് 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 1 0. ഇനി 4 കിലോഗ്രാം നിൽക്കുന്നതിന്റെ എക്സ് വാല്യൂ വൈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഇക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത്തിന്റെ പകുതി ആയിരിക്കും. അപ്പോൾ ഇത് 0.5. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ വെക്ടർ റിസോൾവേഷൻ വെച്ച് ചെയ്യാവുന്നുള്ളൂ. അതായത് 1 മീറ്റർ, ഇത് 1 മീറ്റർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 1 cos 60, ഈ ഹൈറ്റ് 1 sin 60, ഒന്നെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഓൾറെഡി 0.5 കിട്ടി, അതായത് ഇതിന്റെ എക്സ് വാല്യൂ കിട്ടി. എക്സ് വാല്യൂ 0.5. ഇനി വൈ വാല്യൂ, അതായത് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് 1 sin 60, ഇത് 1 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 1 cos 60, ഇത് 1 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, അതായത് ഇതിന്റെ ഹൈറ്റ് 1 sin 60. അതായത് 1 sin 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ 1 sin 60 1 into sin 60, അതായത് √3/2. അപ്പൊ നമുക്ക് എല്ലാ മാസിന്റെ എക്സ് വാല്യൂ വൈ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ m1 into മാസ് m1 1 into x1 0, m2 2 into x1 1, m3 അതായത് 4 into x1 0.5. അപ്പൊ നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി എക്സ് സെന്റർ ഓഫ് മാസ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സ് സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. ഇപ്പോൾ m1 നമുക്ക് മാസ് m1 1 കിലോഗ്രാം ആക്കി എടുക്കാം. m1 2 കിലോഗ്രാം, m2 ഇത് m3. ഓക്കെ, അപ്പൊ m1 1 into x1 ഇതാണ് x1. അപ്പൊ 1 into 0 0 തന്നെ, 0 പ്ലസ് m2 2 into x1 എന്നാൽ 1 തന്നെ. അപ്പൊ 2 into 1 2 പ്ലസ് m3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കിലോഗ്രാം, m3 4 into 0.5 അതായത് 2 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 1 plus 2 plus 4 7, അതായത് എക്സ് സെന്റർ ഓഫ് മാസ് 4/7 നമുക്ക് കിട്ടും. ഇനി അതുപോലെ y സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ m1 y1 പ്ലസ് m2 y2 പ്ലസ് m3 y3 all divided by m1 plus m2 plus m3. m1 y1 m1 1 കിലോ തന്നെ, y1 0, അപ്പോൾ അത് 0 പ്ലസ് m2 y2 2 into 0 പ്ലസ് m3 y3 4 into y3 √3/2. 4 into √3/2, ഈ 2 ഉം 4 ഉം ക്യാൻസൽ ചെയ്ത് 2√3 വരും. 2√3 all divided by ടോട്ടൽ മാസ് സെയിം തന്നെ 7. അപ്പൊ ഇതിന്റെ ആൻസർ 2√3/7. അപ്പൊ നമുക്ക് എക്സ് വാല്യൂ കിട്ടി, വൈ വാല്യൂ കിട്ടി. അപ്പൊ ഇതിന്റെ പൊസിഷൻ വെക്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ 4/7i പ്ലസ് 2√3/7j. നെക്സ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 3 ടച്ചിങ് സ്ഫിയേഴ്സ് ഈക്വൽ റേഡിയസ് ആണ്, ഈക്വൽ മാസും ആണ്. അപ്പൊ 3 ടച്ചിങ് സ്ഫിയേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കുന്നു? അപ്പോൾ 3 ടച്ചിങ് സ്ഫിയേഴ്സിന്റെ സെന്റേഴ്സ് തമ്മിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ഇക്വൽ ട്രയാങ്കിൾ, കാരണം എല്ലാ സൈഡ് ഈക്വൽ, എല്ലാം 2r ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഞാൻ ട്രയാങ്കിൾ മാറ്റി വരച്ചിട്ടുണ്ട്. ഇനി ഈ ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് മാസ്, ഇതൊരു ഇക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മാസും സെയിം ആണ്. അപ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് മാസ് സെൻട്രോയിഡ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇതിന്റെ സെൻട്രോയിഡ് ആയിരിക്കും. ഇപ്പൊ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഇതാണ് ഇതിന്റെ സെൻട്രോയിഡ്. ഇപ്പൊ ഞാനിവിടെ XY ആക്സിസ് സങ്കല്പിക്കുകയാണ്. ഇതാണ് ഇതിന്റെ XY ആക്സിസ്. അതായത് നമുക്ക് ഈ ഡിസ്റ്റൻസും ഈ ഹൈറ്റും കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ XY കോർഡിനേറ്റ് കിട്ടാൻ ഈ ഒരു ഡിസ്റ്റൻസും ഈ ഒരു ഹൈറ്റും കിട്ടിയാൽ മതി.
അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആറാണ്, റേഡിയസ് ആർ. കാരണം ഇത് 2r ആണ്. അപ്പോൾ സെൻട്രോയിഡിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് എന്താവും, ലെങ്ത്തിന്റെ പകുതി. അപ്പൊ ഇത് 6. ഇനി ഇതിന്റെ y കോർഡിനേറ്റ് കണ്ടു, അതായത് ഇതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ y കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇക്വൽ ട്രയാങ്കിളിലെ ഒരു കോർണേഴ്സ് ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ അതിന്റെ സെൻട്രോയിഡിൽ നിന്നും ആംഗിളിന്റെ, അതായത് അതിന്റെ കോർണേഴ്സിലേക്ക് വരയ്ക്കുന്നത് എന്ത് ചെയ്യും വെച്ചാൽ ആംഗിളിനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്കൊരു സൈഡ് വരാം, ആംഗിൾ വരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഹൈറ്റ് ആണ്. അപ്പൊ ഇത് ഈ ഹൈറ്റ് നമുക്ക് അറിയില്ല, അതിനെ y എന്ന് വിളിച്ചാൽ മതി. y വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, y. അപ്പൊ നമുക്ക് ട്രിഗണോമെട്രി റൂൾ പ്രകാരം tan 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് എത്രയാ, y ഡിവൈഡ് ബൈ r. അപ്പൊ tan 30യുടെ വാല്യൂ 1/√3 ആണ്. 1/√3 ഈസ് ഈക്വൽ ടു y ബൈ r. അപ്പോൾ y ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ y ഈസ് ഈക്വൽ ടു r/√3. അപ്പൊ നമുക്ക് x എത്ര കിട്ടി, x r കിട്ടി, y r/√3. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് r/√3. അതായത് ഇതിന്റെ പൊസിഷൻ വെക്ടർ വെച്ച് കഴിഞ്ഞാൽ ri പ്ലസ് r/√3j. അപ്പൊ ഇന്നത്തെ പ്രോബ്ലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അവിടെ ബെല്ല് കണ്ടെങ്കിൽ അത് കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ഏടാ കൂടെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.